വെൽക്കം ടു മൈ സബ് ട്യൂബ് യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന വീഡിയോ, നമുക്കൊരു യൂട്യൂബ് ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 5 സെറ്റിങ്സിനെ കുറിച്ചാണ്. സെറ്റിംഗ് നമ്പർ 1, നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് പെട്ടെന്നൊന്നും ചാനലിൽ എഫക്റ്റ് ആവില്ല എങ്കിലും നമ്മളത് കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു സെറ്റിങ്സാണ്. നമ്മുടെ വീഡിയോയുടെ വാച്ച് അവേഴ്സൊക്കെ കൂടാനും ഇൻക്രീസ് ചെയ്യാനും ഒക്കെ ആയിട്ട് ഇത് സഹായിക്കും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആഡ് ചാപ്റ്റേഴ്സാണ്. അതായത് യൂട്യൂബ് വീഡിയോയിൽ നമുക്ക് ഓൾറെഡി സെറ്റിങ്സിൽ ലെഫ്റ്റ് സൈഡിലെ സെറ്റിങ്സിൽ വീഡിയോ സെറ്റിങ്സിൽ നമുക്ക് വീഡിയോസ് ഏതാണെന്ന് സെലക്ട് ചെയ്യാം. ആ വീഡിയോയിൽ നമുക്ക് സ്ക്രോൾ ചെയ്ത് താഴേക്ക് പോരുമ്പോൾ ഇതിന് ആഡ് ചാപ്റ്റേഴ്സ് എന്നുള്ളൊരു സെറ്റിങ്സ് ഉണ്ട്. അത് അലോ ചെയ്ത് കൊടുത്താൽ മതി. ഇത് ഓട്ടോമാറ്റിക്കലി അലോ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ വീഡിയോസിനും ചാപ്റ്റർ വൈസ് ചാപ്റ്റേഴ്സായിട്ട് സെറ്റപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് സെറ്റിങ്സ് ആണ് നമുക്ക് നമ്മുടെ ഡിഫോൾട്ട് ചാനലിൽ നമ്മൾ കൊടുക്കുന്ന ഡിസ്ക്രിപ്ഷനാണ് ഇതിൽ വരുന്നത്. ഡിഫോൾട്ട് ചാനൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒന്ന് രണ്ട് യൂട്യൂബ് ചാനലുകളുടെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് അവരെ പറ്റിയുള്ള ഡീറ്റെയിൽസ്, അവരുടെ മറ്റ് സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ്, അതിൻ്റെ ലിങ്കുകളൊക്കെ നമുക്ക് അവിടെ കൊടുക്കാം ഡിസ്ക്രിപ്ഷനിൽ. ആ ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് ഈ ചാനലിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കൊടുക്കാം. ഇനി അടുത്ത സെറ്റിങ്സ് നമ്പർ 3 എന്ന് പറയുന്നത് മറ്റ് കമൻസുകളുമായിട്ട് നമ്മൾ എങ്ങനെയാണ് ഇൻറ്ററാക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അതായത് കണ്ടൻറ്റിനെ നമുക്ക് മറ്റുള്ളവർക്ക് ഉപയോഗപ്പെടുത്താനും ഒക്കെ ആയിട്ട് നമ്മൾ അലോ കണ്ടൻസും ഒക്കെ കൊടുക്കുന്നതാണ് ഈ സെറ്റിങ്സിൽ വരുന്നത്. അതേപോലെ സെറ്റിംഗ് നമ്പർ 4 വരുന്നതാണ് കീവേഡ്സ് കൊടുക്കുന്നത്. നമുക്ക് ചാനലിൻ്റെ സെറ്റിങ്സിൻ്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെ ചാനൽ സെറ്റിങ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കവിടെ നമ്മുടെ കീവേഡ്സിന് മുൻപ് കൊടുക്കേണ്ട ഡിസ്ക്രിപ്ഷൻ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കും. അത് ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനാണ്. ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. അടുത്ത സെറ്റിങ്സ് ആണ് കീവേഡ്സ് എന്ന് പറയുന്നത്. കീവേഡ്സ് കൊടുക്കുന്നത് നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ടാഗ്സ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതിന് എളുപ്പ വഴിയുണ്ട്. നമ്മൾ മറ്റു യൂട്യൂബ് വീഡിയോസ് ഒക്കെ നമ്മൾ കാണാനായിട്ട് സെർച്ച് ബാറിൽ എടുത്തിട്ട് നമുക്ക് ഏതാണോ ഒരു കീവേഡ് വേണ്ടത് ആ കീവേഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് സെർച്ച് ബട്ടണിൽ കൊടുക്കുകയാണെങ്കിൽ അതിൽ താഴേക്ക് കുറേ അതുമായിട്ട് ബന്ധപ്പെട്ട ഫുൾ കീവേഡ്സ് നമുക്ക് വരും. അതിൽ ഏറ്റവും ആപ്റ്റായിട്ടുള്ള കീവേഡ്സ് യൂസ് ചെയ്തിട്ട് നമുക്കൊരു കീവേഡ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ലാസ്റ്റ് സ്റ്റെപ്പ്. ഇത് നമ്മളൊരു ഒരു യൂട്യൂബ് ചാനലിൽ എന്തായാലും ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങളാണ്. അതിലൊന്ന് ആദ്യം പറഞ്ഞു, ചാനലിൻ്റെ ചാപ്റ്റേഴ്സ് ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. അത് 00.00 എന്ന് പറഞ്ഞിട്ടുള്ള ഫോർമാറ്റിൽ നമുക്ക് ചാപ്റ്റേഴ്സ് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അത് അലോ ഓട്ടോമാറ്റിക് ചാപ്റ്റേഴ്സ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി വീഡിയോസിന് പാർട്ടായിട്ട് തിരിച്ച് കാണും. നമ്മൾ വീഡിയോസൊക്കെ പ്ലേ ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ വീഡിയോസിൻ്റെയൊക്കെ അടിഭാഗത്ത് അതിൻ്റെ സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് സാധാരണ കാണാറുള്ളതാണ് വീഡിയോസ് പാട്ടായിട്ട് നമ്മൾ കാണുന്നത്. ആ സെക്ഷനാണ് നമ്മൾ ചാപ്റ്റേഴ്സ് അലവ് കൊടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യുന്നത്. അത് ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനെ കുറിച്ചാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു മറ്റുള്ളവർക്ക് കമൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെ അലവ് ചെയ്യുന്നതാണ് നെക്സ്റ്റ് ഓപ്ഷൻ. അതേപോലെ മറ്റുള്ളവർക്ക് നമ്മുടെ വീഡിയോസൊക്കെ സ്റ്റാൻഡേർഡ് ലൈസൻസ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ലൈസൻസിൽ കൊടുക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവർക്ക് വീഡിയോസ് അലവ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ വീഡിയോസ് എടുക്കാനും ഡൗൺലോഡ് ചെയ്യാനും യൂസ് ചെയ്യാനും ഒക്കെ. അടുത്തത് അത് കഴിഞ്ഞിട്ടുള്ള ലാസ്റ്റ് സ്റ്റെപ്പാണ് കീവേഡ്സിൻ്റെ ചാനലിനുള്ള ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. അതേപോലെ കീവേഡ്സ് കൊടുക്കുക. കീവേഡ്സ് എങ്ങനെയാണ് സെർച്ച് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളും ഇതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.